ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേഷ്യത്തോട് തന്നെ സാഗർ നമ്മുടെ ദേവ്ജിയെ കാണാനായിട്ട് അലകിയിലേക്ക് പോകുന്നു. അവിടെ മഹിപാലും ദേവ്ജിയും അതുപോലെ സാഗറും കൂടി സംസാരിക്കാതെ കാണിക്കുന്നത്. ദേവ്ജി എന്ത് പണിയാണ് കാണിച്ചത്? കൃഷിനെ തടയേണ്ട സ്ഥിതിക്ക് ദേവ്ജി എല്ലാത്തിനും വളം വെച്ച് കൊടുക്കല്ലേ ചെയ്തത്? ഇങ്ങനെ ചെയ്യാനായിട്ട് പാടുണ്ടോ? അവൻ എൻഗേജ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു പെൺകുട്ടി ആണ് മാനസ. അവളെ വിട്ടിട്ട് ഇപ്പോൾ കൺമണിയുടെ പുറകെ പോവാൻ ദേവ്ജി എങ്ങനെ അവനോട് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? ദേവ്ജി അല്ലേ അവനെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്, എനിക്ക് മനസ്സിലായെന്ന് പറയുന്നു. അപ്പോൾ സാഗറിനോട് പറയുന്നുണ്ട്, സാഗർ നീ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. കൃഷി നിന്നോട് പറഞ്ഞോ? അവൻ പറയാൻ നീ സമ്മതിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സാഗറിന് കുറേ സത്യങ്ങളൊക്കെ മനസ്സിലാവാട്ടോ ചെയ്ത് ദേവ്ജി അങ്ങ് തുറന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ സുജുവും അതുപോലെ തന്നെ അവിടെ ഹേമയും കൂടി സംസാരിക്കുന്ന സമയത്തിന് സുജു വിഷമത്തോടു കൂടിയാണ് ഈ പറയുന്നുണ്ട്, ഞങ്ങളുടെ മരുമകളായിട്ട് വരുന്നത് മാനസ തന്നെയായിരിക്കും, മറ്റാരും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും മാനസയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. പിന്നെ വരുണിനെ കാണിക്കുന്നുണ്ട്. വരുൺ എന്തായാലും കൺമണിയും കൃഷി എവിടെയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ വെച്ച് തന്നെ പ്ലാൻ ചെയ്യണം. ഈ വിവരം മാനസയെ അറിയിച്ചല്ലോ, ഇനി അവൾ വേണ്ട കൈകാര്യം ചെയ്തോളും എന്ന രീതിയിൽ തന്നെയായിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൃഷിയും കൺമണിയാണെങ്കിലും ദേവ്ജി പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ അവർ നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കാട്ടോ ചെയ്യുന്നത്. അവർക്കിപ്പോൾ തടസ്സങ്ങളും ബന്ധങ്ങളും ഒന്നുമില്ല. ഇപ്പോൾ അവർ രണ്ടുപേരും മാത്രം തന്നെയുള്ളൂ. എന്തായാലും കൃഷ്ണൻ കൺമണിയുടെ നല്ലൊരു ലൈഫായിരിക്കട്ടെ അവിടെ ഉണ്ടാകുന്നത്. എന്തായാലും ഒരു പ്രണയത്തിൽ അവർ ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെയായിട്ട് അവിടെ ജീവിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കൃഷി പറയുന്നുണ്ട്, എൻ്റെ ജീവിതവും ജീവനും എല്ലാം നീയാണ് എൻ്റെ കൺമണി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത്രയും കാണിച്ചാണ് ഇന്നത്തെ പ്രമോ കഴിയുന്ന. നാളെ എപ്പിസോഡ് വിശേഷമായിട്ട് വീണ്ടും